വിശ്വസിച്ചത് വലിയ തെറ്റാണല്ലേ? മോൾ ആഗ്രഹിച്ചത് സത്യയുടെ സന്തോഷം മാത്രമല്ലേ? അതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇനി ഇതിപ്പോ എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം. പിന്നെയും വിളിക്കുന്നുണ്ട്. ഞാൻ എന്ത് മറുപടിയാ പറയണ്ടേ? ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യമ്മയ്ക്ക് കുഞ്ഞേച്ചി ഒരുക്കിട്ടും മതിയാവുന്നില്ല. ഞാനാണെങ്കി ഇത് സ്വപ്നമല്ലെന്ന് ഉറപ്പുവരുത്താൻ എന്റെ കയ്യിൽ തന്നെ 1-2 തവണ നുള്ളും കൂടി ചെയ്തു മോളെ. ചില സമയത്ത് സത്യമ്മ ഇങ്ങനെയാ, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തൊക്കെയാ ചെയ്യാന്നും പറയാനും പറ്റില്ല. ഒരു ചെറിയ ഉൾപ്പേടിയോടെ മാത്രമേ സത്യമ്മയെ നോക്കി നിൽക്കാൻ പറ്റൂ. ആ പിന്നെ സത്യമ്മ പറഞ്ഞത് കറക്റ്റാ. ഈ ചടങ്ങിലെ മുഖ്യ ആകർഷണം എന്റെ കുഞ്ഞേച്ചി തന്നെയാ. ഒരാളും എന്റെ കുഞ്ഞേച്ചിക്കൊപ്പം എത്തില്ല. മാറ്റി മോളെ തിരിഞ്ഞേ. ഞാൻ പറഞ്ഞ കുറവ് ഇതായിരുന്നു. ഇപ്പോഴാ എന്റെ വിഷ്ണുവിന്റെ പെണ്ണ് കൂടുതൽ സുന്ദരിയായത്. ശ്യാമേ, എല്ലാം ഭംഗിയായില്ലേന്ന് ഒന്നുകൂടെ നോക്കി ഉറപ്പുവരുത്തിയിട്ട് നിന്റെ കുഞ്ഞേച്ചി ഹാളിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ഞാൻ എന്തൊക്കെയാ കുഞ്ഞേച്ചി കാണുന്നേ? ഇത്രയ്ക്ക് സ്നേഹം സത്യമ്മയ്ക്ക് കുഞ്ഞേച്ചിയോടുണ്ടായിരുന്നോ? ആളെന്ന് നൽകുന്ന സ്നേഹത്തിന് ഒരകലം പാലിക്കണം മോളെ. കാരണം
ഞാൻ ശാലിനിയെ ശ്രദ്ധിക്കുന്നതാ. എന്തൊക്കെ ടെൻഷൻ ശാലിനിയിലുണ്ട്. അതെന്തായിരിക്കാം? എന്തെങ്കിലും പറയാൻ അടുത്ത് എന്നാ തെന്നി മാറിപ്പോവാ. എന്തായിരിക്കും കാരണം? എന്നോടുള്ള പരിഭവം ഇതുവരെ മാറിയിട്ടുണ്ടാവില്ലേ? അതെങ്ങനെയൊന്നും അറിയാം. അതെന്താ വരാൻ വൈകിയത്? ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി, അതാ. ഓ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക്സ് ആന്റി. അടുത്ത വർഷവും ഇതുപോലെ ഒന്നിച്ച് ഇതിലും ഗംഭീരമായി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം. അപ്പോഴും ഞങ്ങളെയൊക്കെ വിളിക്കണം. ശരി. സത്യമേ, ഞാൻ വൈകിയതിനെ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളുടെ തിരക്ക് എനിക്ക് അറിയാവുന്നതല്ലേ. ചേച്ചി, ഇങ്ങനെയൊക്കെ ആഘോഷിക്കണമെങ്കിലും ഒന്നിച്ചിങ്ങനെ ജീവിക്കണമെങ്കിലും ഒരു യോഗമൊക്കെ വേണം. അല്ലാതുള്ളതൊക്കെ ഒരു ജീവിതമാണോ?